നമുക്കെന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വലങ്കരം നമ്മുടെ മാറിൽ വെച്ചുകൊണ്ട് പറയുവാൻ കഴിയുമോ? ആശ്രയിപ്പാൻ എനിക്കെന്നും. നമ്മുടെ ആശ്രയം എന്തിലാ? ഇന്ന് പകൽ നമുക്കൊരു സ്വയശോധന ചെയ്യുവാനിടയാകട്ടെ. എൻ്റെ ആശ്രയം എന്തിലാ? എൻ്റെ ആശ്രയം ആരില? സ്തോത്രം. ഇന്ന് പകലിൽ ഈ ആശ്രയം എൻ്റെ കർത്താവിങ്കിൽ അല്ലെങ്കിൽ, നമ്മുടെ ആശ്രയം ഈ കർത്താവിങ്കിൽ അല്ല, എൻ്റെ ആശ്രയം എൻ്റെ ആരോഗ്യത്തിലാണെങ്കിൽ, എൻ്റെ ആശ്രയം എൻ്റെ ബലത്തിലാണെങ്കിൽ, എൻ്റെ ആശ്രയം എൻ്റെ സമ്പത്തിലാണെങ്കിൽ, എൻ്റെ ആശ്രയം എൻ്റെ തലമുറകളിലാണെങ്കിൽ, മടങ്ങി വരവിൻ്റെ ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറുവാൻ ഇടയാകട്ടോ. ആശ്രയം നമുക്ക് നമ്മുടെ കർത്താവിങ്കിൽ മാത്രമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, വർഷാന്ത്യത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിശക്തമായ അനുഗ്രഹീതമായ ഒരു ദൈവിക ആലോചന പ്രിയ പൈതലിൽ നിന്ന് കേൾക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ, നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ 2 മണിക്കൂർ ആരാധനയിൽ നമ്മുടെ നാവിൽ നിന്ന് നാം വിളിച്ചു പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ കരുതലുകളും അത് മതി നമുക്ക് മുൻപോട്ട് പോകുവാൻ. ഒരു അഡീഷണൽ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ പലപ്പോഴും അതിൻ്റെ ശക്തി നാം തിരിച്ചറിയുന്നില്ല, അതിൻ്റെ ബലം നാം തിരിച്ചറിയുന്നില്ല. നാം ചേർന്ന് പാടിയതുപോലെ, "പാ, യുവർ ബ്രെത്ത് ഈസ് ഇൻ മൈ ലങ്സ്." ഈ ശ്വാസനാളത്തിന് ബലം നൽകിയിട്ട തൻ്റെ സ്വന്തം കയ്യാൽ അപ്പൻ നമ്മളെ സൃഷ്ടിച്ചിട്ട് ഈ ശ്വാസനാളത്തിലേക്ക് അവൻ്റെ ശ്വാസം ഊതിയത്. കഴിഞ്ഞ 10, 20, 30, 50, 60, 70 എത്ര വർഷമായി കൊള്ളട്ടെ, ഇത്രയും നാളത് നിലയ്ക്കാതെ സൂക്ഷിച്ചത് അപ്പൻ്റെ ശ്വാസമായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകലിൽ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവമക്കളെ, പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു താങ്ക്ഫുൾ ഹാർട്ട്. സ്തോത്രം. മറ്റാരോടും നന്ദി പറഞ്ഞില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, അപ്പനോട് നന്ദി പറയുവാൻ പിശുക്ക് കാണിക്കല്ല്. സ്തോത്രം. അപ്പനോട് നന്ദി പറയുവാൻ പിശുക്ക് കാണിക്കരുത്. പ്രിയ പൈതൽ ഓർപ്പിച്ചത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇതേതു ഭക്തനുള്ളതാണെന്നറിയാമോ? അപ്പനുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ദൈവ പൈതലിനുള്ളതാ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നാം ഒരുമിച്ച് അവൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ കടന്നു വന്നതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: അവനെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനെ സ്തുതിച്ച് ആരാധിച്ച് ഈ ആലയം വിട്ടുപോകുന്നൊരു ദൈവത്തിൻ്റെ പൈതലുണ്ടല്ലോ, ഭയപ്പെടുവാൻ അവനൊന്നുമില്ല. കാരണം അവന് ചുറ്റും പ്രൈസ് ദി ലോർഡ് തൻ്റെ ദൂതന്മാരെ കർത്താവ് ക്യാമ്പ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം നേരിടുവാൻ പോകുന്ന പ്രതിസന്ധികളിൽ, തരണം ചെയ്യുവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് തൻ്റെ ദൂതന്മാരുടെ കാവലിൽ നമ്മളെ മറയ്ക്കും. പക്ഷേ ആരാധിക്കാതിരിക്കുന്ന, സ്തുതിക്കാതിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്ത് അവകാശമാ ഈ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുവാൻ? ദൈവത്തിന് ആരാധന കൊടുക്കാത്ത, ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാത്ത എനിക്കും നിങ്ങൾക്കും ഈ പ്രിവിലേജ് എവിടുന്ന് കിട്ടും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അർഹിക്കാത്ത നന്മകൾ ഓരോ ദിനവും അനുഭവിക്കുമ്പോൾ, അർഹിക്കാത്ത നന്മകൾ, സ്തോത്രം അല്ലേ? ഒന്ന് എഴുതി വെക്കാമോ? ഐ എം എൻജോയിങ് ദിസ് ബ്ലെസ്സിങ് ബിക്കോസ് ഓഫ്. ഒന്ന് ഫില്ല് ചെയ്തേ. ധൈര്യമുണ്ടെങ്കിൽ ഈ ഒരാഴ്ച ഒന്ന് ഫില്ല് ചെയ്യുക. I am enjoying this blessing. Praise because of. There is only one thing. That is only one thing. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാ, അവൻ്റെ ദാനമാ. അതൊന്ന് പറയാമോ? അത് മതി ദൈവമക്കളെ, അത് മാത്രം പറഞ്ഞാൽ മതി.
എൻ്റെ ദൈവമേ അങ്ങയ്ക്ക് നന്ദി, എൻ്റെ അപ്പ അങ്ങയ്ക്ക് നന്ദി. ശിഷ്ടമുള്ള 2-3 ആഴ്ചകൾ നമ്മുടെ മുൻപിലുണ്ട്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 2024 യാത്ര പറയുവാൻ ചില ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ നിനക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അപ്പൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് അപ്പനോട് പറയാം, അപ്പ നന്ദി. അത് മാത്രം പറഞ്ഞാൽ മതി. നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്രയും പറയാൻ അറിയാമല്ലോ അല്ലേ? അതിന് ഫ്രഞ്ച് ഒന്നും പഠിക്കണ്ട. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നന്ദി എന്ന് പറയുവാൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ വാക്കിന് നമ്മൾ ഉപയോഗിച്ച് നന്ദി ഇല്ലാതായി. ആ വാക്കേ എവിടെ എല്ലായിടത്തും നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് ദൈവപാദപീഠത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ നൽകിയത് ഓർത്തിയും കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകലിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ആയിരുന്നുൽപ്പാൻ ആവശ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വളരെ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, വളരെ ഭയത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ പ്രൈസ് ദി ലോർഡ് സൺഡേയിലുള്ള ഈ 2024 പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ഫൈനൽ മെസ്സേജ് ആയിരിക്കും എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഴ്ചയും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളാരും തുറച്ചു നോക്കണേ. ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടത് കൂട്ടിയോ എന്നില്ല. സ്തോത്രം. അടുത്ത ആഴ്ച കഴിയുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നാട്ടിലേക്ക് കടന്നു പോകണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചോദിച്ചു, സഭയോട് അറിയിക്കുവാൻ, എന്നോട് എൻ്റെ കുടുംബത്തോട് അറിയിക്കുവാനുള്ള ദൂത് എന്താണ്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പുതുവത്സരത്തിലേക്ക് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കാൻ പോകുമ്പോൾ ദൈവത്തിന് പറയുവാനുള്ള ദൂത് എന്താണ്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ് നാളെ മുതൽ നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവപാദപീഠത്തിലായിരിക്കുന്നത്. ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയുമല്ല ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും ദൈവസന്നിധിയിലിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ഫൈനാൻഷ്യൽ കാര്യങ്ങളുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഇതിനൊന്നും വേണ്ടിയല്ല ദൈവസന്നിധിയിൽ ഈ ഒരാഴ്ചയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുന്നത്. എൻ്റെ അപ്പന് നന്ദി കൊടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എൻ്റെ അപ്പനെ ഒന്ന് അടുത്തറിയുവാൻ. പ്രൈസ് ദി ലോർഡ്. കഴിയുമെങ്കിൽ അവൻ്റെ കാലിലൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുവാൻ. ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്കൊരല്പമെങ്കിലും കഴിയുമെങ്കിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം ഒരുപക്ഷെ അതിന് എതിരായി വന്നേക്കാം, ഇല്ലെങ്കിൽ ശത്രു അത് എതിരാക്കി കൊണ്ടുവന്നേക്കാം. എന്നാൽ ഇന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകണമപ്പാ, എനിക്ക് കഴിയുമെങ്കിൽ. നമ്മൾ ഇന്ന് പാടിയ പാട്ടുകൾ ആത്മാർത്ഥതയോടുകൂടെയാണ് നാം പാടിയതെങ്കിൽ, ഈ ശ്വാസനാളത്തിന് ഒരല്പം ആരോഗ്യമുണ്ടെങ്കിൽ, നിന്റെ കാലുകൾക്കൊരല്പം ബലമുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ ഒന്ന് വീണ് കിടന്ന് കരയാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവനെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെയിരുന്നു. ഇന്ന് പകൽക്കാലത്തെ തിരുവചന ധ്യാനത്തിനായി പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നത്. 2 Corinthians chapter 12 verse 9. നമുക്ക് ആ വാക്ക്, ആ വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രിയപ്പെട്ടവരും വേദഭാഗം പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ബൈബിൾ തുറക്കാൻ പോലും നമ്മുടെ വിരലുകൾ ചലിപ്പിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. 2 Corinthians chapter 12 verse 9 ഇങ്ങനെയാണ്: അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോട് എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം പ്രൈസ് ദി ലോർഡ് ഒരു ഫുള്ളി ലോഡഡ് ഹല്ലേലൂയ വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, മണിക്കൂറുകൾ വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് സഭയോട്, എന്നോട്, എൻ്റെ കുടുംബത്തോട് അറിയിക്കുവാൻ പറഞ്ഞ ഹല്ലേലൂയ ശബ്ദം ഇതാണ്: മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. എൻ്റെ കൃപ മതി നിനക്ക്. ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൃപ നിനക്ക് മതി. അയ്യോ, അതെന്താ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
നമ്മളെല്ലാം നോക്കുന്നത് പ്രൈസലോട് ഏതെങ്കിലും ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള നമുക്ക് അളക്കുവാൻ കഴിയുന്ന, നമുക്ക് തൊടുവാൻ കഴിയുന്ന, പ്രൈസ് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രൈസലോട് ഹല്ലേലൂയ ഒരു മെറ്റീരിയൽ തിങ്ങിനെ നാം നോക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതെല്ലാം ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നത് പറയുന്നു, നാം പ്രാർത്ഥിക്കുന്ന സകലതും എൻ്റെ കർത്താവ് നമുക്ക് മനഃപൂർവ്വമായി നൽകിക്കൊണ്ടിരിക്കുകയാ. അതതിൻ്റെ സമയത്ത് അത് ലഭിക്കും. പക്ഷേ ഒരു ദൈവ പൈതലിന് ഇന്ന് പകൽക്കാലം ആവശ്യം എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രം. പ്രൈസ് ദി ലോർഡ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. നമുക്കത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഈ ആരാധന അവസാനിക്കുന്നത് വരെ ഇവിടുന്ന് പോകുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ, ജോലിയിലായിരിക്കുമ്പോൾ പ്രൈസ് ലോർഡ് നമുക്കൊന്ന് പറയാമോ, അപ്പാ നിന്റെ കൃപ അത് മതി എനിക്ക്. പക്ഷെ പൗലോസ് ഇത് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ തൊട്ട് മുൻപുള്ള 7-ാമത്തെ വാക്യം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അവിടെ കാണുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു, അത് ഒന്ന് മാറിക്കിട്ടുവാൻ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു എന്താണെന്നറിയാമോ, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഒരു ശൂലം വന്നതുകൊണ്ട് മാത്രമല്ല പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ ഈ കൃപ മതി എന്ന് പറഞ്ഞു വിട്ടത്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അങ്ങനെ ആരും ചിന്തിക്കരുത്. പൗലോസ് കടന്നു പോകുന്ന അവസ്ഥ 11-ാമത്തെ അധ്യായം മുതൽ 7-ാമത്തെ അധ്യായം മുതൽ വായിക്കണമെങ്കിൽ 11-ാമത്തെ അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 11-ാം അധ്യായത്തിന് വളരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഈ വാക്യം നന്നായിട്ട് നമ്മളൊന്ന് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നിലവിളിയോടുകൂടെ അല്ലാതെ നമുക്ക് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. നാം ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളുടെയും മറുപടിയാ ഈ ഒറ്റ വാക്യത്തിൽ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഭയപ്പെടുന്ന പൗലോസിനെ നോക്കി കർത്താവ് പറയുക, കുഞ്ഞെ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. സ്തോത്രം. താഴോട്ട് നമ്മൾ വായിച്ചിട്ട് 14-ാമത്തെ വാക്യം വരുമ്പോ, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. സാത്താൻ താനും വെളിച്ചദൂതന്റെ, ഹല്ലേലൂയ, ഇത് ഏഞ്ചൽ ഓഫ് ലൈറ്റ്. ഏഞ്ചൽ ഓഫ് ലൈറ്റ് സാത്താനല്ല, ബട്ട് അവൻ ധരിക്കുന്നത് വെളിച്ചദൂതന്റെ വേഷമാ. ഇത് ധരിച്ച് നമ്മുടെ ഇടയിൽ വന്ന് എന്നെയും നിങ്ങളെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് കാണുമ്പോൾ പൗലോസ് പറയുക, എൻ്റെ ഹൃദയം പെടയുന്നു. പെടഞ്ഞിരിക്കുന്ന പൗലോസിനെ നോക്കി വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. പൗലോസേ, നീ എന്തിനാ ഭാരപ്പെടുന്നേ? ഇന്ന് പകൽ ഹല്ലേലൂയ കർത്താവിൻ്റെ അഭിഷക്ത ദാസനോട് ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ദൂത, കുഞ്ഞ്, നീ എന്തിനാ നിന്റെ ഹൃദയത്തിൽ നീറുന്നത്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. ഇത് സംഭവിക്കേണ്ടതാ, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. സാത്താൻ താൻ വെളിച്ചദൂതന്റെ വേഷത്തിൽ കടന്നു വന്ന് ജനത്തെ ദൈവ സന്നിധിയിൽ നിന്ന്, ദൈവ കൃപയിൽ നിന്ന് തെറ്റിക്കുന്നു. ഇതല്ലേ നാം ഓരോ ദിവസവും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്? ഇന്നലെ വരെ, കഴിഞ്ഞ മണിക്കൂർ വരെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അതിശക്തമായി ഹല്ലേലൂയ ഉയർത്തിയ അനേക വീരന്മാരുടെ നിരയിലേക്ക് പ്രൈസ് ദി ലോർഡ് സാത്താൻ കടന്നു ചെന്നിട്ട് ഇതേ ദൈവജനത്തെ ദൈവസന്നിധിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവമക്കൾ ഭയത്തോടെ ആയിരിക്കണം. ദൈവമക്കൾ നിലവിളിയോടെ ആയിരിക്കണം. അപ്പനോട് കരയണം, അപ്പാ നിന്റെ കൃപ എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് നിൽക്കുവാൻ
കഴിയത്തില്ല. എന്റെ കർത്താവിന്റെ കൃപയില്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിച്ചിരിപ്പാൻ കഴിയത്തില്ല. ചത്തതിനൊപ്പം ജീവിച്ചിരിക്കുമോ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങ് നടക്കും ഒരു പരുവത്തിന്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പൗലോസ് ഇത് കണ്ടിട്ട് ഹൃദയം നീറുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മീക പ്രൈസ് ശൂലം മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പൗലോസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എക്സ്റ്റേണൽ ഫിസിക്കൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അടികളും നിന്ദകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിച്ച പൗലോസ് നിൽക്കുകയാ. ഈ ശൂലം വഹിക്കുന്ന പൗലോസിനെ നോക്കി വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാ, കുഞ്ഞേ, എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 32-ാമത്തെ വാക്യം, ദമസ്കോസിലെ അതേ രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ദമസ്കസ് പട്ടണത്തെ കാവൽ വെച്ച് കാത്തു. എന്നാൽ അവർ എന്നെ മതിലുള്ളൊരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിൽ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തേറ്റി ഓടിപ്പോയി. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഓർത്തോ, ശത്രു എത്ര പ്രബലനാണെങ്കിലും, അവൻ നിന്നെ എത്ര ശക്തിയോട് തകർക്കാൻ വന്നാലും, എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചില കിളിവാതിലുകൾ തുറന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാ. My grace is sufficient for you. Praise the Lord, praise the Lord, hallelujah. ദൈവകൃപയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയത്തിന്റെ ചുരുക്കം കൊണ്ടോ ഞാൻ വളരെ വേഗത്തിൽ ഓടിപ്പോവാൻ ആഗ്രഹിക്കുക. ഈ പ്രൈസ് ദി ലോർഡ് ദൈവകൃപ കൊണ്ട് ഒരു ദൈവപൈതൽ ലഭിക്കുന്നത് എന്തൊക്കെയാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഗ്രേസ് കൊണ്ട്, ഈ കൃപ കൊണ്ട് പ്രൈസ് ദി ലോർഡ് ധാരാളം പ്രൈസ് ദി ലോർഡ് സ്തോത്രം നോട്ട്സ് ഒക്കെ തയ്യാറാക്കി. പക്ഷേ നോട്ട്സിലേക്ക് എങ്ങും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇന്ന് പകലിൽ നാം അറിയണം. ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരുന്നത് ദാനങ്ങൾ എന്തെല്ലാമാ? ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഇതൊരു മനഃപൂർവ്വ ദാനമാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മെറിറ്റ് കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, കുടുംബ മഹിമ കൊണ്ടോ, കുടുംബത്തിലെ ലീനിയേജ് കൊണ്ടോ നമുക്ക് തന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു ഔദാര്യമായി, ഒരു ദാനമായി എൻ്റെ കർത്താവ് നിനക്ക് നൽകിയതാ. അതിനെ നാം വിട്ടുകളയരുത്, മാറോടതിനെ ചേർത്ത് പിടിക്കണം. സ്തോത്രം. എനിക്ക് അധികം ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കഴിഞ്ഞ അടുത്ത നാളുകളിൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ്റെ എനിക്കൊരു പേന തന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാനിതിങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഒരു ദിവസം നോക്കിയപ്പോൾ അത് കണ്ടില്ല. സ്തോത്രം. ആ വീട് മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാനത് കണ്ടുപിടിച്ചു. ഇരിക്കേണ്ടത് തന്നെ ഇരിക്കുന്നേ, പക്ഷെ ഞാൻ അവിടെ മുഴുവൻ ഓടി നടന്നു. ചില നന്മകൾ കളഞ്ഞു കുളിക്കുവാനുള്ളതല്ല. ഇന്ന് പകലിൽ നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നന്മകളെല്ലാം സ്വർഗത്തിലെ അപ്പൻ നിനക്ക് ദാനമായി നൽകിയ നന്മകളാണ്. ബാങ്കിലെ പൈസ പോയി കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ്, സ്തോത്രം, ബാങ്കിൻ്റെ എതിരെ സൂ ചെയ്യും. നമ്മുടെ വസ്തുവിൻ്റെ അകത്തിൽ 1 സെൻറ്റ് ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ കാണാം. സ്തോത്രം. ടയറിൽ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ, വണ്ടി പാർക്കിങ്ങിലോട്ട് കിടക്കുമ്പോൾ ആരെങ്കിലും പ്രൈസ് ലോർഡ്, സ്തോത്രം, ആ കാട്ട് കൊണ്ടുവന്നൊന്ന് തട്ടിയ പ്രൈസ് ലോർഡ്, സ്തോത്രം, പിന്നെ നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോകും. നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നോ? പക്ഷെ നാം പോലും അറിയാതെ നമ്മളിൽ നിന്ന് ശത്രു ചോർത്തിക്കളയുന്ന പ്രൈസ് ലോർഡ് ചില നന്മകളുണ്ട്. They are the byproducts of the grace of the Lord. ദൈവത്തിൻ്റെ കൃപയുടെ ദാനങ്ങളായി വാ. ഒന്ന്, നമുക്ക് ദൈവം ദാനമായി നൽകിയ രക്ഷ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ ഈ കാര്യങ്ങളൊന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയി പറയും, വാക്യങ്ങളും പറയും. താല്പര്യമുള്ളവർക്ക് എഴുതാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഓർമ്മയോടിരുന്നാൽ മതി. രക്ഷ, എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഒന്നും വായിക്കാൻ സമയമില്ല. മോനെ, സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഇട്ടേക്കുക. ഒന്ന്, നമുക്കവൻ ദാനമായി നൽകിയ രക്ഷ. ഇത് കൃപയാൽ നമുക്ക് ലഭിച്ച ദാനമാ. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. 2, ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. പാപം നമുക്ക് ക്ഷമിച്ചു തന്നു അവൻ്റെ കൃപയാൽ മാത്രം.
എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫോർഗിവ്നെസ് ഓഫ് സിൻ, നമ്മുടെ പാപങ്ങളുടെ ക്ഷമ അവൻ കൃപയാൽ നമുക്ക് ദാനമായി നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3, ദ റൈച്ചസ്നെസ്, ഹല്ലേലൂയ, നീതി അവൻ നമുക്ക് ദാനമായി നൽകി അവൻ്റെ കൃപയാൽ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റൈച്ചസ്നെസ്, നീതി അവൻ നമുക്ക് ദാനമായി നൽകി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 4, പീസ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ഒരു സമാധാനം അവൻ്റെ കൃപയാൽ നമുക്ക് ദാനമായി നൽകിയതാ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, പ്രൈസ്. ഞാൻ എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ എൻ്റെ മെസ്സേജിൽ കയറിയിട്ടില്ല, അതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. പീസ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ളൊരു സമാധാനം. റോമാലേഖനം 5-ാം അധ്യായം 1, പ്രൈസ്. ഇത് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചതാ. ഹല്ലേലൂയ. 5-ാമത്തെ, ദ സ്പിരിച്വൽ ഗിഫ്റ്റ്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിൻ്റെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദാനങ്ങൾ ദൈവം നമുക്ക് അവൻ്റെ കൃപയാൽ നൽകിയതാ. 1 Corinthians chapter 12 verse 4-7, praise the Lord, hallelujah. The spiritual gifts are the gifts from, hallelujah, the grace of God, hallelujah. 6-ാമത്തെ കാര്യം, strength in weakness, praise the Lord, hallelujah. നമ്മുടെ, hallelujah, സ്തോത്രം, hallelujah, ഈ ബലഹീനതയിൽ വ്യാപരിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, അത് നാം നേരത്തെ വായിച്ചു, praise the Lord, hallelujah. 2 Corinthians chapter 12 verse 9, hallelujah. Strength in weakness, praise the Lord, hallelujah. 7-ാമത്തെ കാര്യം, the eternal life, hallelujah, നമ്മുടെ നിത്യത, hallelujah, അവന്റെ കൃപയാ നമുക്ക് ലഭിച്ച ദാനമാ. Praise the Lord, hallelujah. Romans chapter 6 verse 23, praise the Lord, hallelujah. Eternal life is a byproduct of the grace of God, hallelujah. 8, freedom from sin, പാപത്തിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. റോമൻസ് ചാപ്റ്റർ 6 verse 14, praise the Lord, hallelujah. പാപത്തിൽ നിന്നുള്ള, praise the Lord, hallelujah, സ്വാതന്ത്ര്യം. 9, access to God, ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം. Praise the Lord, hallelujah. Ephesians chapter 2 verse 18, praise the Lord. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, access to God. 10-ാമത്തത്, God's ongoing help, അവൻ, praise, നമുക്ക് ദിനം തോറും നമുക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന, praise the Lord, hallelujah, അവൻ്റെ നല്ല ദാനങ്ങൾ, അവൻ്റെ, hallelujah, ആ സഹപാഠിത്വം, praise the Lord, അവൻ്റെ ഹെൽപ്പ് നമുക്ക് ഓരോ ദിവസവും ആവശ്യമാണ്. നമ്മൾ അപ്പനോട് ചോദിക്കുന്ന God's ongoing help. Hebrews chapter 4 verse 16, praise the Lord, hallelujah. 11, God's unfailing love, praise the Lord, hallelujah. നഷ്ടപ്പെട്ടു പോകാത്ത അവന്റെ സ്നേഹം, hallelujah, ദൈവത്തിന്റെ കൃപയുടെ ദാനമാ. 12, peace and joy, സമാധാനവും സന്തോഷവും. അയ്യോ, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല. The peace and joy, Romans chapter 15 verse 13, praise the Lord, hallelujah. Peace and joy, നാം അനുഭവിക്കുന്ന സന്തോഷം, നമ്മുടെ ഭവനത്തിനകത്ത് അനുഭവിക്കുന്ന സന്തോഷം, praise the Lord, hallelujah, ഇത് ദൈവത്തിൻ്റെ കൃപയാലുള്ള ദാനമാ. കളഞ്ഞു കുളിക്കരുത്. praise the Lord. അവസാനമായി ഓർപ്പിക്കട്ടോ, ഇൻഹെറിറ്റൻസ്, hallelujah, in Christ, ക്രിസ്തുവിൽ, hallelujah, നമ്മളെ ചേർത്ത് വെച്ചിട്ട്, hallelujah, അവൻ്റെ സകല ധനത്തിനും, praise, സകല മാനത്തിനും നമ്മളെ അർഹരാക്കി തീർക്കുന്ന, അവകാശികളാക്കി തീർക്കുന്ന, the inheritance in the Lord, hallelujah, is the byproduct of his grace. ഇത്രയും കേട്ടല്ലോ. നമുക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട്? ഇതല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സ്വന്തമായിട്ടെന്ന് പറയാൻ എന്താ ഉള്ളേ? അതുകൊണ്ടാണ് പൗലോസ് പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്ക് ഇതൊന്നും, ഈ ഭൂമിയിലുള്ള ഇത്ര ധനാഢ്യനായൊരു വ്യക്തി, എല്ലാ ഡിഗ്രികളും സമ്പാദിച്ച പൗലോസ് അതെല്ലാം തള്ളി, ക്രിസ്തു മുഖാന്തരമുള്ള നിന്ന സഹിച്ചുകൊണ്ട്, അത് ലാഭമായി എണ്ണിക്കൊണ്ട് പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ ബലഹീനതയുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിൽ ഞാൻ പ്രശംസിക്കുന്നു. നമ്മുടെ പ്രശംസ എന്തില്ല? ഇത് നമ്മൾ ഈ 12 കാര്യങ്ങൾ, അത് ജസ്റ്റ് ഒരു സബ്സെറ്റാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, 100 കണക്കിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വാക്യങ്ങൾ ഇന്ന് പകൽ കോട്ട് ചെയ്ത് പറയുവാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദൈവപൈതലിന് ലഭിക്കുന്ന നന്മകൾ. എൻ്റെ ദൈവപൈതലിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല, അപ്പൻ തന്ന ദാനമാ. അത് അനുഭവിച്ചുകൊണ്ട്
നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ നമുക്കിടയായി തീരണം. 31 സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വളരെ വേഗത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 31 സങ്കീർത്തനം. പ്രിയ പൈതൽ വന്ന് സങ്കീർത്തനം 30 എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ 30 ഫസ്റ്റ് ആകാനാ സാധ്യത. എന്തായാലും അടുത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 31 സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നെ വളരെ ഈ വേദഭാഗത്തിൽ എന്നെ സന്തോഷിപ്പാനിടയായി തീർന്നു. ഞാനത് ഒരു പ്രൈസ് 6 ഡിവൈഡ് ചെയ്തിട്ട് വളരെ വേഗത്തിലിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഭക്തൻ പറയുക, യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ, നിന്റെ നീതി നിമിത്തം. നമ്മൾ വായിച്ചായിരുന്നല്ലോ അല്ലേ? സ്തോത്രം. യുവർ റൈച്ചസ്നസ്. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദൈവ പൈതൽ ലഭിക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ പരമപ്രാധാന്യമേറിയ ഒന്നാണ് അവൻ്റെ നീതി. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ഭക്തൻ പാടുകയാ, നമ്മുടെ വിടുതൽ എവിടുന്നാ? എന്തുകൊണ്ടാ? അവൻ്റെ നീതി നിമിത്തം. എങ്ങനെയാ നീതി ലഭിച്ചത്? അവൻ്റെ കൃപയാൽ. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടോ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, 10 ലക്ഷം മുടക്കി അവിടെ കൺവെൻഷൻ നടത്തിയത് കൊണ്ടോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒന്നും ലഭിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ അപ്പൻ പ്രൈസ് ദി ലോർഡ് നിനക്ക് ദാനമായി നൽകിയ കൃപയാൽ ലഭിച്ച നീതി നിമിത്തം നീ എന്നെ വിടുവിക്കണം. നമുക്കൊന്ന് ഇന്ന് പകൽക്കാലം അപ്പനോടൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പ, നിന്റെ നീതി നിമിത്തം നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറ, എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നീ എൻ്റെ പാറ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, നീ എൻ്റെ ദുർഗം, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്റെ ദയയിൽ ആനന്ദ് സന്തോഷിക്കുന്നു, നീ എൻ്റെ കഷ്ടതയെ കണ്ട്. ഇവിടെ എവിടെങ്കിലും എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബലം കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ഡിഗ്രി കൊണ്ട്, എൻ്റെ ധനം കൊണ്ട്, എൻ്റെ മാനം കൊണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് എന്ന് എവിടെങ്കിലും ഈ ഭക്തൻ പറയുന്നു, നിന്റെ ദയയാൽ, സ്തോത്രം, ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. 9 മുതലുള്ള വാക്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പൻ ഈ ഭക്തൻ പാടുക. എന്താ പാടുന്നേ? പ്രൈസ് ദി ലോർഡ്. യഹോവേ എന്നോട് കൃപയുണ്ടാകണം. ഇതെല്ലാം പറഞ്ഞിട്ട് ഇത്രയും ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അങ്ങനെ അവന് സ്തുതിയും ആരാധനയും മഹത്വവും അവൻ്റെ കൃപയാൽ ലഭിച്ച നീതി ഹേതുവായി നാം ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. ദൈവമക്കളെ, നമ്മുടെ വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന, നമ്മുടെ വിഷയങ്ങൾ, ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതിന് മുൻപ് നാം ചെയ്യേണ്ട ആദ്യ പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, നാം അവന് കൊടുക്കേണ്ട മഹത്വം. ഒന്ന് വീണ് കിടന്നൊന്ന് കൊടുക്കാം. നമ്മുടെ വാക്ചാതുര്യം കൊണ്ടോ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അതൊന്നും എൻ്റെ അപ്പന് വിഷയമേ അല്ല. അകം സിൻസിയർ ആണെങ്കിൽ, ഹൃദയം സിൻസിയർ ആണെങ്കിൽ, ഒരു ഞരക്കം പോലും ഒപ്പിയെടുക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പറയുവാൻ കഴിയും, ഞാനെൻ്റെ നാവെടുത്ത് ഉച്ചരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന എൻ്റെ അപ്പൻ അറിഞ്ഞു. നിങ്ങളാരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും. എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന, എൻ്റെ ഹൃദയത്തിൻ്റെ കത്തല് എൻ്റെ അപ്പൻ കണ്ട്. ഹല്ല്, ഞാൻ 1000 നിഴത്ത് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഒന്ന് നന്ദി കൊടുക്കാമോ? 2024 അവസാനിക്കുവാൻ ചുരുങ്ങിയ ചില ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ബാങ്ക് അക്കൗണ്ടിൽ $100 കൂടെ ഡിപ്പോസിറ്റ് ചെയ്യുവാനുള്ള തത്രപ്പാടിൽ നീ ഓടാതെ ദൈവ സന്നിധിയിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ നീ തയ്യാറായാൽ, ഈ 24 അവസാനിക്കുന്നതിന് മുൻപ് നിന്റെ ചില നിലവിളിക്ക്, നിന്റെ പ്രാർത്ഥനകൾക്ക് എൻ്റെ ദൈവം മറുപടി നൽകിയേ നിന്നെ പുതുവത്സരത്തിലേക്ക് എൻ്റെ അപ്പൻ കൊണ്ടുപോകൂ. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളാരും വിശ്വസിച്ചില്ലെങ്കിലും ഞാനിത് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഭക്തൻ പറയേ, യഹോവേ
എന്നോട് കൃപയുണ്ടാകണമേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. അവനെ ആരാധിച്ചിട്ട് അവനെ മഹത്വം കൊടുത്തിട്ട് ഇനിയും നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. അയ്യോ, ഈ അവസ്ഥയിലുള്ള ദാവീദാ തൊട്ടു മുമ്പ് പാടിയത്, നീ എൻ്റെ ആശ്രയം, നീ എൻ്റെ പാറ, നീ എൻ്റെ രക്ഷയാ. അതെല്ലാം പറഞ്ഞിട്ട് പറയുക. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇതാ. സ്തോത്രം. എൻ്റെ ആയുസ്സും ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കും. നിങ്ങൾ താഴോട്ട് വായിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 14 വരുമ്പോൾ, 14-ാമത്തെ വാക്യം വരുമ്പോൾ, എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. നോക്കിക്കേ, ആദ്യം ആരാധന, പിന്നെ നമ്മുടെ വിഷയങ്ങളൊന്ന് വെച്ചു, അടുത്ത ലെവലിലേക്ക് വീണ്ടും ആരാധന. നമുക്കോ 9 മുതൽ 10 വരെ തലങ്ങും വിലങ്ങും നമ്മൾ പറയും. നമുക്ക് വിഷയം പറയാനേ സമയമുള്ളൂ, ആരാധിക്കാൻ സമയമില്ല. ഒരു നിമിഷം 2024 തിരിഞ്ഞു നോക്കിക്കേ. ജീവിതത്തിൽ വിഷയം വന്നപ്പോൾ ഉപവാസം വേണമായിരുന്നു, പ്രാർത്ഥന വേണമായിരുന്നു, നിലവിളി വേണമായിരുന്നു, ആരാധനയ്ക്ക് ഏർലി വരും, ലേറ്റേ പോകത്തുള്ളായിരുന്നു. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴോ, സ്തോത്രം, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, അടുത്ത വർഷം ഈ മനുഷ്യനെ ഇവിടെ കയറ്റരുതെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, നിന്റെ ആവശ്യമുണ്ടായിരുന്നപ്പോ, വിഷയം വന്നപ്പോ, നിന്റെ കണ്ണിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചോര പുറത്തേക്ക് ചാടിയപ്പോ നിനക്ക് അപ്പനെ വേണമായിരുന്നു, ഉപവാസം വേണമായിരുന്നു, നിലവിളി വേണമായിരുന്നു. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴോ, ടുഡേ ഐ എം ബിസി. I have my friends coming. തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം, എല്ലാ കാര്യം നമ്മൾ ചെയ്യണം. പക്ഷെ അതിനിടയിലും അപ്പന് കൊടുക്കാൻ സമയമുണ്ട്. ഇവിടെ ആര് സമയമില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, സമയമുണ്ട്. കുഞ്ഞെ, നിന്റെ കിടക്കയിൽ കിടന്ന് നിനക്ക് അപ്പനെ സ്തുതിക്കാമോ? എൻ്റെ പൊന്നങ്ങളെ, കിടകളുടെ കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഉറങ്ങിപ്പോവും. പിന്നെ എങ്ങനെയാ സ്തുതിക്കുന്നേ? സ്തോത്രം. എങ്കിലും യഹോവയെ ഞാൻ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയാമോ? എൻ്റെ കാലഗതികൾ, എൻ്റെ കുടുംബത്തിൻ്റെ കാലഗതികൾ, എൻ്റെ തലമുറയുടെ കാലഗതികൾ അപ്പം നിൻ്റെ കയ്യിലായിരിക്കുന്നത്. അവൻ്റെ കൃപയില്ലെങ്കിൽ, അവൻ്റെ ദയയില്ലെങ്കിൽ കാലഗതികൾ എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലായിരിക്കുന്നേ. അപ്പൻ്റെ കൃപയില്ലെങ്കിലോ? വാതില് അലൻ പോയി ബ്ലോക്ക് ചെയ്ത് നിൽക്കുക. നമ്മൾ അവനെ എത്ര ഒരുമാതിരിപ്പെട്ടവരും തള്ളി അവൻ മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരല്പസമയത്തേക്ക് അവൻ്റെ കൃപ, ഉദാഹരണത്തിന് പറഞ്ഞ, അവൻ്റെ ദയയില്ലെങ്കിൽ ഈ ഡോറിൽ നിന്ന് പുറത്തോട്ട് പോകാനൊക്കത്തില്ല. എൻ്റെയും നിങ്ങളുടെയും കാലഗതികൾ അപ്പൻ്റെ കയ്യിലിരിക്കുകയാണെങ്കിൽ, കുഞ്ഞെ, നിനക്ക് അവിടുന്ന് ഒരു വിടുതൽ വേണമെങ്കിൽ, നിനക്കൊരു ഉയർച്ച വേണമെങ്കിൽ, നിനക്ക് മുൻപോട്ടൊരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ, എൻ്റെ അപ്പൻ്റെ ഗ്രേസ്, എൻ്റെ അപ്പൻ്റെ കൃപ നിനക്ക് വേണം. അതുകൊണ്ട് ഭക്തൻ പാടിയതുപോലെ അപ്പന് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും നീ ഒന്ന് കൊടുത്തിട്ട് അപ്പനോട് പറ, അപ്പ, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുകയാ. ബാക്കി ഇനി നിങ്ങൾ വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് പല തട്ടുകളായിട്ട് ഇങ്ങനെ പോവുക. സ്തോത്രം. കൃപ ലഭിച്ച ഒരു വ്യക്തിയും കൂടെ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞിട്ട് ഞാൻ ഇരിപ്പിന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് പുതുവത്സരത്തിലേക്ക് ദൈവാത്മാവ്, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് അടിയനോട് നൽകിയ ദൂത. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം, രൂത്തിന്റെ പുസ്തകം, പ്രൈസ്, 2-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. താഴോട്ട് വായിച്ചു മോളെ. അതിലെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. 15ഉം 16ഉം വാക്യം. അവളെ ശകാരിക്കരുതെന്ന് കൽപ്പിച്ചു. മതി, നമുക്ക് ഈ ഭാഗം നന്നായിട്ട് അറിയാമല്ലേ? സ്തോത്രം. കൃപ ലഭിച്ച രൂത്ത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കൂടെ വേറൊരു സഹോദരി ഉണ്ടായിരുന്നു, ഓർപ്പ. പക്ഷെ അവള് നിന്നിടത്ത് തന്നെ അങ്ങ് നിന്നു. സ്തോത്രം.
നവോമിയെ പരിചയമില്ലാഞ്ഞിട്ടല്ല, ബേത്ലഹേമിനെ കുറിച്ച് കേൾക്കാഞ്ഞിട്ടുമല്ല. പക്ഷെ അവൾ നിന്നിടത്ത് തന്നെ നേരെ തിരിഞ്ഞു യൂടേൺ അടിച്ചു. മതി, ഞാനിവിടെ നിൽക്കുക, എനിക്കിവിടെ കൊണ്ട് മതി. പക്ഷേ രൂത്ത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അമ്മായിയമ്മയോട് ചേർന്ന് പറ്റിയിട്ട് പറഞ്ഞു, നിന്റെ ദൈവത്തെ എനിക്ക് മതി, സ്തോത്രം, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കൃപ ലഭിച്ചവൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. മോവാബ് നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും പോകുന്നില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അടുത്ത 10 തലമുറയിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ പോലും വരുവാൻ യാതൊരു സാധ്യതകളുമില്ലാത്ത, പ്രമാണമനുസരിച്ച് യാതൊരു സാധ്യതകളുമില്ലാത്ത രൂത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇതാ വന്നുപെട്ടിരിക്കുന്നത് ബോവസിന്റെ വയലിലാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് വെറുതെ വന്നതല്ല, അവിടെ മേലുള്ള ദൈവത്തിന്റെ ദാനമായ അവന്റെ കൃപ പെരുകിയപ്പോൾ അവളെ കൊണ്ടെത്തിച്ചത് എവിടെയാണെന്നറിയാമോ? ബോവസിന്റെ വയലിൽ. ഞാൻ 11 മുതൽ വായിക്കാൻ കാരണം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് എന്നറിയാൻ വേണ്ടിയാ. ബോസ് അവളോട് എടുത്തു പറയുന്നു, നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു അറിഞ്ഞു. ഇന്ന് പകൽ അപ്പൻ്റെ സന്നിധിയിൽ നാം ചെന്നിരിക്കുമ്പോൾ അപ്പൻ എന്നോടും നിങ്ങളോടും പറയുവാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? കുഞ്ഞെ, നീ ചെയ്തതും നീ ആരാധിച്ചതും നീ പ്രാർത്ഥിച്ചതും നീ നിലവിളിച്ചതുമായ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയുവാൻ നമ്മുടെ കയ്യിൽ 2024 എന്താ ബാക്കിയുള്ളേ? സ്തോത്രം. ഇതാ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചത്, മോനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിനക്ക് എന്നതാ പറയാനുള്ളേ? നീ എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ആ ചോദ്യത്തിന് മുൻപിൽ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞപ്പാ, നിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുകയാ. എല്ലാ വർഷവും ആണ്ടവസാനം നമ്മൾ എഴുന്നേറ്റ് പറയുന്നൊരു വാചകമുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വർഷം തരികയാണെങ്കിൽ ഞാൻ ഫിലഡൽഫിയ കൊണ്ടുവന്ന് ന്യൂജേഴ്സിയിൽ ആക്കി വെക്കും, ന്യൂജേഴ്സിയെ കൊണ്ടുവന്ന് ഫിലഡൽഫിയയിൽ ആക്കി വെക്കും. എന്തെല്ലാം വാഗ്ദാനങ്ങളാ! പക്ഷെ ഒരു കാര്യം നീ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ തീരുമാനിക്കുമോ, എൻ്റെ അപ്പന് കൊടുക്കേണ്ട മഹത്വം ഞാൻ കൊടുക്കും. എൻ്റെ അപ്പനെ ആരാധിക്കേണ്ട വണ്ണം ഞാൻ ആരാധിക്കും. ഞാൻ അനുഭവിക്കുന്ന ഈ നന്മകൾക്ക്, ഈ സന്തോഷത്തിന് ഒത്തവണ്ണം ഞാൻ എൻ്റെ അപ്പനെ ആരാധിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കൃപ നിന്റെ മേൽ പകരും. പറയുന്ന വാക്ക് 15-ാമത്തെ വാക്യം. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. 2025 ആയുസ്സോടും ആരോഗ്യത്തോടും കർത്താവ് നമുക്ക് നൽകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയോട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അഭിഷക്ത ദാസനോട്, സഭയാ കുടുംബത്തിനോട്, അടിയനോട്, കുടുംബത്തോട് ഹല്ലേലൂയ അറിയിക്കുന്ന ഒരു ദൂതുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ കാല പെറുക്കേണ്ടവളല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ സ്വർഗീയ ഭണ്ഡാരത്തെ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലില്ല, രൂത്തിനെ പോലെ കൃപ പ്രാപിച്ചവളായി, കൃപ പ്രാപിച്ചവനായി ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് പോകേണ്ടത്, ഞാൻ കാല പെറുക്കേണ്ടവൻ അല്ല. എന്നെ കൊണ്ട് എൻ്റെ അപ്പൻ കാല പെറുക്കത്തില്ല. എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ ചിലതിനെ വലിച്ചിടും. ഫിലഡൽഫിയ പട്ടണത്തിൽ നിന്ന് PSG ചർച്ചിന് വേണ്ടി എൻ്റെ കർത്താവ് ചിലതിനെ വലിച്ചിടുന്ന ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറും. നീ കാല പെറുക്കത്തില്ല, നീ കാല പെറുക്കത്തില്ല. ഹല്ലേലൂയ. വലതുകരം നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് പറ, ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ സഭയും കാല പെറുക്കത്തില്ല, കാല പെറുക്കത്തില്ല. കാരണം ഞാൻ കൃപ പ്രാപിച്ചവളാ, ഞാൻ കൃപ പ്രാപിച്ചവളാ, ഞാൻ കൃപ പ്രാപിച്ചവളാ, ഞാൻ കൃപ പ്രാപിച്ചവളാ. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, നിന്റെ കൃപ എനിക്ക് മതി, അങ്ങയുടെ കൃപ എനിക്ക് മതി. ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തുന്നത് ഈ 2024 നീ ബലഹീനതയിൽ കടന്നുപോയ വ്യക്തിയാകാം.
പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിയാകാം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ ബലപ്പെടുത്തും. നീ ഇനിയും കാലാപെറുക്കത്തില്ല കുഞ്ഞെ, നീ ഇനിയും കാലാപെറുക്കത്തില്ല മോനെ, നീ ഇനിയും കാലാപെറുക്കത്തില്ല. നിനക്ക് വേണ്ടി എൻ്റെ അപ്പൻ തൻ്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് ചിലതിനെ വലിച്ചിടുകയാ. നീ ശകാരം കേൾക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൂലി മേടിക്കാൻ വന്ന രൂത്ത, പക്ഷെ അവൾ കൂലി കൊടുക്കുന്നവളായി മാറി. നീ മറ്റുള്ളവരുടെ മുൻപിൽ 2024 കൈനീട്ടിയ വ്യക്തിയായിരിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കരം കൊണ്ട് നീ ചിലർക്ക് കൊടുക്കുന്നവളായി മാറും, കൊടുക്കുന്നവനായി മാറും. നിന്റെ തലമുറകൾ, നിന്റെ ഭവനം മറ്റുള്ളവർക്ക് വാരിക്കൊടുക്കുവാൻ, അത് ആത്മീകമാകട്ടെ, അത് ഭൗമികമാകട്ടെ, അത് ശാരീരികമാകട്ടെ, അത് മാനസികമാകട്ടെ, നീ ഇനിയും കാല പെറുക്കത്തില്ല, നീ ഇനിയും കൂലി വാങ്ങത്തില്ല, നീ കൂലി കൊടുക്കും, നീ കൂലി കൊടുക്കും. കൃപ ലഭിച്ചവൾ പറ, കൃപ ലഭിച്ചവൻ പറ, നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ കൃപ എനിക്ക് മതി. അതിനുവേണ്ടി ഈ ഒരാഴ്ചയിൽ നമുക്കൊന്ന് വീണ് കിടക്കാം. ഈ ഒരാഴ്ചയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാം. ആ കാൽ കെട്ടിപ്പിടിച്ചിട്ട് പറ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പിൻജീവനായി നിത്യജീവൻ നൽകും ഉയർപ്പിൻ